Hi all. Welcome back to our channel again. It's been a while since I did my last video in this channel. കുറച്ച് ഗ്യാപ്പായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ക്യാമറയൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ആ ഒരു വൈബ് അങ്ങ് വിട്ടു വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് മൗണ്ട് റുവാപ്പഹു, മലയാളികളുടെ വാക്കിൽ പറയുകയാണെങ്കിൽ സ്നോ മൗണ്ടൻ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടുന്ന് നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 3 hours ഡ്രൈവ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനത്തെ വ്യൂ ആണ്, ഭയങ്കര ഭംഗിയുള്ള വ്യൂസാണ് എല്ലായിടത്തും. അപ്പം നമ്മളൊന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം ഇവിടുത്തെ നോർത്ത് ഐലൻഡിലെ ഒരുമാതിരി എല്ലാവരുടെയും ഡെസ്റ്റിനേഷനായ മൗണ്ട് റുവാപ്പഹു. ഞാനത് കറക്റ്റായിട്ടല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്, മൗണ്ട് റുവാപ്പഹു. പിന്നെ നമ്മൾ മലയാളീസ് നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും സ്നോ മൗണ്ടൻ എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കിവീസൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവർ പറയും നമ്മൾ സ്നോ മൗണ്ടൻ എന്ന് പറയാറില്ല, നിങ്ങളെന്താ സ്നോ മൗണ്ടൻ എന്ന് പറയുന്നത്? നമുക്ക് സ്നോയുള്ള മൗണ്ടൻ ആയതുകൊണ്ട് നമ്മളെല്ലാം അതിനെ സ്നോ മൗണ്ടൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ വർഷവും നമ്മളവിടെ പോകാറുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പറ്റിയ വർഷങ്ങളിലെല്ലാം നമ്മളെക്കൊണ്ട് സാധിച്ചു. ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഇവർ ബേബീസ് ആയിരിക്കുന്ന സമയത്തും ഒക്കെ അവരെ കൊണ്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ജേണിയിലെ കുറച്ച് കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഈ പോകുന്ന വഴി നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 20 minutes ആയതേ ഉള്ളൂ. അപ്പോൾ പോണ വഴി നമ്മളിവിടെ കാറൊക്കെ നിർത്തി ഇങ്ങനെ ഇട്ടേക്കാണ്. നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഐഷു എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. ഈച്ച് ടൈം സ്നോ കാണാൻ പോകുമ്പോൾ ഐഷു എക്സൈറ്റഡ് ആണ്. ഐഷു ക്യാരറ്റ് ഒക്കെ എടുത്ത് സ്നോമാനെയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഞങ്ങള് ഒരു ഹോട്ടലില് ഞങ്ങൾ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങള് പോകാനായിട്ടാണ് ഞങ്ങള് മൗണ്ട് റുവാപ്പഹുവില്. എന്നിട്ട് നാളെ പോയിട്ട് നമ്മൾ നാളെ തിരിച്ചു വരും അല്ലേ? എന്നിട്ട് നാളെ പോയിട്ട് ഞങ്ങൾ നാളെ തിരിച്ചു വരും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഫുഡും ചായയും എല്ലാം പെറുക്കി കെട്ടി നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഈ സെയിം സ്റ്റോപ്പിൽ നമ്മൾ നിർത്തി. നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഇവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇത് റൂറൽ ഏരിയയിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അക്കരത്തെ മൗണ്ടിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു സ്ഥലം, ഉള്ളേരിയയിലാണ്, ഗ്രാമപ്രദേശമാണ്. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഹൈവേയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്ഥലം. നമുക്കിവിടുന്ന് ഫ്രൂട്ട്സ് മേടിക്കണ്ടേ? അപ്പം നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടാണ് പോയത്. നമുക്ക് ഇത്തവണയും കുറച്ച് ഫ്രൂട്ട്സ് ഇവിടുന്ന് വാങ്ങിക്കാം. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് വിലക്കുറവിൽ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ് ഇത്. കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് കോഫി കുടിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കോഫി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഗ്രോസറീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തും കൂടി ഒന്ന് കയറിയിട്ട് പോകാം കേട്ടോ. കുറച്ച് മാൻഡ്രൻസ് മേടിക്കട്ടെ. നല്ല മാൻഡ്രൻസ്, നല്ല കളറുള്ള നല്ല മാൻഡ്രൻസ് കണ്ടിട്ട് നല്ല ഹോം ഗ്രോൺ ആണ്, നോക്കിയെടുക്കണം. Thank you. Have a good day. You too, have a good day. Wow. അപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിവിടുത്തെ ഒരു ഭയങ്കര ഒരു റൂറൽ ഏരിയയിൽ ഉള്ളേരിയയിലെത്തി. ഇവിടെ നമ്മൾ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ചേട്ടൻ ഒരു നാപ്പ് എടുക്കണമെന്ന് പറഞ്ഞു, ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്, കുട്ടികൾ അതിൻ്റെ അകത്തിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ വെളിയിൽ ഇറങ്ങി സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ഭയങ്കര രസം കേട്ടോ, കാരണം ഒരു മൂടൽ മഞ്ഞും ആ വിൻ്റർ ക്ലൈമറ്റും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒതുങ്ങി വരുന്നു.
ഇതേത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. ഒരു ആളും പേരും ഒന്നും ഇല്ലാത്ത ഏതോ ഒരു സ്ഥലം, ഒരു പട്ടിക്കുറുകളില്ലാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ സ്കൂള്, മാത്യു സ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതെന്ത് സ്കൂളാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ചെറിയൊരു ബിൽഡിങ് ഉള്ളേരിയയിലുള്ള, ഇവിടെയുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ വരുന്നതായിരിക്കും. ഫംഗ്ഷനിങ് ആണോ എന്നുപോലും അറിയില്ല, അങ്ങനത്തെ ഒരു സ്കൂള്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ വണ്ടികളുടെ ഒരു ആരവം മാത്രമേ ഉള്ളൂ. വേറൊരു മനുഷ്യനെ എവിടെയെങ്കിലും കാണാനില്ല. അപ്പുറത്തേക്ക് മാറി ഒരു കുഞ്ഞു ടൗൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഭയങ്കര പീസ് എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒരു സ്ഥലം. അങ്ങക്കരെ ഒരു മല കാണുന്നുണ്ട്, മഞ്ഞ് കാണുന്നുണ്ട്, ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ശരിക്കും 3 മണിക്കൂറും കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ നിർത്തിയും ഉറങ്ങിയും ഫുഡ് കഴിച്ചും ഒക്കെ പയ്യെ നമ്മളിങ്ങ് എത്തിയപ്പോഴത്തേക്കിനും 5 മണിക്കൂർ മേളിലായി, 5 hours മേളിലായി, രാത്രിയായി. ഇതാണ് നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ. നമ്മുടെ മൗണ്ടിൻ്റെ ഒരു 20 minutes ദൂരെയാണ്, 15 to 20 minutes ദൂരെയാണ്. നമ്മളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാം. നല്ല തണുപ്പുണ്ട്, നല്ല മൈനസ് ആണെന്ന് തോന്നുന്നു ക്ലൈമറ്റ്, നല്ല തണുപ്പ്. അപ്പം നമുക്ക് കയറി നോക്കാം. വാ. Hi guys. Yeah, you start. ഓക്കെ. അപ്പം ഞങ്ങൾ അക്കുക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ആക്ച്വലി ഞങ്ങളിവിടെ മോട്ടലിലെത്തി രാത്രിയിൽ, അല്ലേ? എത്തിയപ്പോൾ തൊട്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞങ്ങളിവിടെ രാത്രി മോട്ടലിലെത്തി. എന്നിട്ട് ഞങ്ങൾ നോർമലി നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറ് കൊണ്ടുവരും, അല്ലേ ഐഷു? കാരണം ഞാനും ഐഷുവും എന്തിൻ്റെ ആൾക്കാരാണ്? ചോറിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് ചോറില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എവിടെ പോയാലും അതെ, നമുക്ക് രാത്രിയാകുമ്പോൾ ഇത്തിരി ചോറ് കഴിക്കണം എന്ന് തോന്നും, പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുമ്പോൾ. വീട്ടിൽ ഇരിക്കുമ്പോൾ അത്രയും തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും നോർമലി പൊതിച്ചോറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഉറങ്ങി. ഇതൊരു ചെറിയൊരു മോട്ടലാണ്, ഇവിടെ ആരുമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി, ഇവിടെ ഒരു ലോഞ്ച് ഉണ്ട് രാത്രിയിൽ. നമ്മൾ ഉറക്കം വരാതിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചുമ്മാ കുറേ നേരം ഇവിടെ വന്നിരുന്നു. ഇവിടെ വായിക്കാൻ ബുക്സൊക്കെ ഉണ്ട്, ടി വി കാണാം, ഭയങ്കര ക്വയറ്റ് പ്ലേസാണ്, ഇവിടെ ആരുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിരുന്നു കേട്ടോ, ചായ കുടിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഇവിടെ ഞങ്ങൾ രണ്ടുപേരെ പരിചയപ്പെട്ടു, അല്ലേ ഐഷു? ഐ ഡിഡ്ന്റ് ആസ്ക് ദ സെക്കൻഡ് ഗൈസ് നെയിം. ആദ്യം പരിചയപ്പെട്ട ആളുടെ പേര് ടോം എന്നാണ്. രണ്ടാമത് വേറൊരു പയ്യനെയും കൂടി പരിചയപ്പെട്ടു. എനിക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയാനേ, ഞാനും യേശുവും പുള്ളിയോട് ഇത്രയും നേരം രണ്ടുപേരുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നേ. ഇവർ രണ്ടുപേരും, ഒരാൾ വെയിൽസിൽ നിന്നും ഒരാൾ UK നിന്നും, ജസ്റ്റ് ഇവിടെ മറ്റേ സ്കീയിങ് ഉണ്ടല്ലോ നമ്മുടെ മൗണ്ടിൽ, സ്നോ മൗണ്ടനിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ജോലി എടുത്ത് സീസൺ കഴിയുന്നവർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരിവിടെ 3 മാസത്തേക്കിന് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നമ്മളായിട്ട് കുറേ നേരം സംസാരിച്ച് അവരെന്തൊക്കെയാണ് ഐഷു പറഞ്ഞ്, ഐഷുവിന് അവർ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തോ പുള്ളി പറഞ്ഞേ?
അല്ല സത്യം പറഞ്ഞാൽ അത്രയും ദൂരമില്ലേ, മറ്റേ UK എന്നൊക്കെ ആയിട്ടല്ലേ. അപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു പറഞ്ഞു മറ്റേ സെക്കൻഡ് ഗൈ. പിന്നെ സെക്കൻഡ് ഗൈഡ് മെൻഷൻ സംതിങ് സ്പെസിഫിക്കലി ഹി വാസ് ഇൻ എ സ്റ്റേബിൾ ജോബ് അല്ലേ. നല്ല സാലറി ഉണ്ടായിരുന്ന സിവിൽ സർവീസിൽ UK ഗവൺമെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ. പോയിന്റ് he said he was quite stressed in the job, so he wanted to do what makes him happy അല്ലേ. അതാണ് മെയിൻ പോയിൻ്റ്. അവിടുന്ന് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് റിലാക്സ്ഡായി. എനിക്ക് മണിയൊന്നുമല്ല പ്രധാനം, എൻ്റെ മൈൻഡിൻ്റെ ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് അവർ കുറേ ട്രാവൽ ചെയ്തു, വേൾഡ് എവിടെയെല്ലാം ട്രാവൽ ചെയ്തല്ലേ. കുറേ സ്ഥലങ്ങൾ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ, ഗോവയിൽ, ജപ്പാനിൽ പോയി, അമേരിക്ക പോവാണ്, കുറേ ട്രാവൽ ചെയ്ത് അവർക്ക് മനസ്സിന് ഹാപ്പി ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് അവർ വരികയാണ്. അപ്പോൾ ഞാനും ഐഷുവും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഐഷുവിൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, ഐഷു എന്ത് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. എനിക്ക് ഇഷ്ടമുള്ള ചെയ്യണമെന്നല്ലേ, ഇഷ്ടമുള്ള ജോലിക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും ഐഷുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, ഐഷുവിന് മനസ്സിന് ഇഷ്ടമുള്ള, ഐഷു ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യം ലൈഫിൽ ചെയ്യണം അല്ലേ. അതല്ലാതെ നമ്മൾ കുറേ മണി എയിം ചെയ്ത് കുറേ പൊസിഷൻ എയിം ചെയ്ത് കുറേ മണി എയിം ചെയ്ത് അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ ജീവിച്ചാലേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ജീവിക്കുന്നതാണ് വലിയ സ്റ്റാൻഡേർഡ് എന്നൊക്കെ സൊസൈറ്റി ഡിസൈഡ് ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതിനൊക്കെ കഴിഞ്ഞും ഡു വാട്ട് മേക്സ് യു ഹാപ്പി അല്ലേ ഐഷു. ആൻഡ് ട്രാവൽ, ഞാൻ എപ്പോഴും ഐഷു തന്നെ പറയാറുണ്ടല്ലോ, ഐഷു എപ്പോഴും ഐഷുവിന് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത്. ഐഷു എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്ക് ട്രാവൽ ചെയ്യണം, എനിക്ക് കുറേ ട്രാവൽ ചെയ്യണം, എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം അതൊക്കെ പറയാറുണ്ട് അവൾ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടുത്തുകാരൊക്കെ ഒരുപാട് ട്രാവലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ സ്കീയിങ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എത്ര ഹവേഴ്സാണ്, ഹി സെഡ് ഓൾമോസ്റ്റ് 26 hours ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ജോലി കളഞ്ഞ് ജസ്റ്റ് ജീവിക്കാനുള്ള കാശ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു, പുള്ളി തായ്ലൻഡിൽ ഇംഗ്ലീഷ് ടീച്ചിങ്ങിനായിട്ട് പോയി, അത് പുള്ളിയെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി അവിടെ പോയി അത് കുറേ നാൾ ചെയ്തു എന്നൊക്കെ. നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തായാലും അത് ചെയ്യാമല്ലേ യേശു. ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ ആൾക്കാരെയൊക്കെ പരിചയപ്പെടത്തില്ലേ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ മനുഷ്യരെയൊക്കെ കാണത്തില്ലേ. അപ്പോൾ അവരുടെയൊക്കെ അടുത്ത് നമുക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ലെസൺസ് ഉണ്ടാവും അല്ലേ. പിന്നെന്താ വേറെന്താ നാളത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ എന്താ പറയുക, ടെക്നിക്കലി ഇന്നായില്ല 11:30 11:30 നൈറ്റിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തെ ആ ഒരു ലോഞ്ച്. അവിടെ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്, ഇറ്റ്സ് വാം ഇനഫ്. ഇഷൂട്ടിക്ക് എവിടെ ചെന്നാലും ബുക്സ് കണ്ടു കഴിഞ്ഞാൽ ഇഷൂട്ടി അവിടെ സ്റ്റക്കാവും. ഇഷൂട്ടി ഒരുപാട് ബുക്സ് വായിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവൾക്ക് പറ്റിയതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളെവിടെ പോയാലും മാക്സിമം കുട്ടികൾക്ക് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അവിടെ പബ്ലിക് ലൈബ്രറിയിൽ നിന്നായാലും നമ്മളെപ്പോഴും ബുക്സ് റെൻറ്റ് ചെയ്യാറുണ്ട്. നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കുറച്ചും കൂടി ചീപ്പാണല്ലോ, നല്ല ബുക്സൊക്കെ കിട്ടും, നമ്മൾ അവിടെ നിന്ന് ബുക്സ് വാങ്ങിക്കാറുണ്ട്. അത് ഇവരുടെ എന്നാ പറയുന്നത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഓവറോൾ അവരുടെ ആ ഒരു ഗ്രോത്തിൽ വലിയൊരു പാർട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അവർ വായിക്കുന്ന ബുക്സൊക്കെ. പ്രത്യേകിച്ച് ഐഷുവിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര എവിഡൻ്റാണ്. അവൾ വായിക്കുന്ന ബുക്കുകളൊക്കെ അവൾ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്, അതിൽ നിന്ന് നോട്ട്സ് എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഉറക്കമില്ലാതെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കാനായിട്ട് പോകണം. നാളെ അവിടെ ഓപ്പൺ ആണോ നമുക്കറിയില്ല. ഇപ്പം അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് വിൻഡി ആണെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന് വിൻഡി ആണെങ്കിൽ സ്നോയും ഉണ്ട്, നല്ല സ്നോ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നാളെ ഇനി സ്നോ ആണെങ്കിൽ അതിനിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, നാളെ രാവിലെ എണീറ്റ് നോക്കണം. ഐഷു ആദ്യമായിട്ടാണ് ഐഷു ഫയർ പ്ലേസ് കാണുന്നതെന്ന് തോന്നുന്നു. ഐഷു അതുകൊണ്ട് അതിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല. ഐഷു നീ ഫസ്റ്റ് ടൈമാണോ you seeing it for the first time? Yeah, I'm seeing it for the first time and it's like really warm near it, but I've seen like fake ones before, but like not a real fireplace. Yeah, like this is the first real one that I'm seeing. And apparently the fire, it's just like burning inside it. അത് വുഡ് അതിൻ്റെ ഉള്ളിലല്ലേ? Yeah, it's wood. ഒരുപാട് അടുത്തേക്ക് പോകണ്ട. Okay. Do you think you can touch that glass? No, I'm not. അവനെ കൊണ്ടുവരാൻ ഞാൻ അവനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒപ്പിച്ചേനെ. അവൻ ഉറങ്ങി. ഇഷ്ടം നല്ല. Speaking of which, don't we have to sleep? It's getting a bit late, so like don't we have to sleep? Yeah. നമുക്കപ്പോൾ ഉറങ്ങാൻ പോയാലോ?
അല്ലെങ്കിൽ നാളെ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും അല്ലേ? Yeah. Good night. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ റെഡിയായി, ഞങ്ങൾ പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല തണുപ്പാണ് പുറത്ത്. ഇവിടുന്ന് ഒരു 20 minutes ഉണ്ട് മൗണ്ടിലേക്ക്. അപ്പോൾ ട്രാവൽ കഴിഞ്ഞ് അവിടെ ചെല്ലണം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ സ്കീയിങ് അവർ പറഞ്ഞു ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ല ക്ലോസ് ആയിരിക്കും. ക്ലോസ് ആണെങ്കിൽ തീർന്നു, ഭയങ്കര വിൻഡി ആണെങ്കിൽ അവർ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. എന്നാ തണുപ്പാണെന്നറിയോ? ഭയങ്കര തണുത്ത കാറ്റ്. ഇവിടെ ഇത്രയും തണുപ്പാണെങ്കിൽ മേളിൽ എന്നാ തണുപ്പായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, ഇവിടുന്ന് ഒരു 20 minutes ഡ്രൈവ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് എല്ലാം പെറുക്കി കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കാം നമുക്ക് അല്ലേ? അക്കു, എല്ലാവരുടെയും ജാക്കറ്റ് വണ്ടിക്കകത്തിരിക്കുക. നമുക്ക് ജാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ. ഞങ്ങൾക്കൊരു പണി കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. എന്ത് പണിയായിഷു നമുക്ക് കിട്ടിയേ? അപ്പം ഞങ്ങൾ ആക്ച്വലി സ്നോ മൗണ്ടിൻ്റെ താഴെ വരെ എത്തി. നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് എല്ലാം റെഡിയായി. അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? അവിടെ ഞങ്ങൾക്ക് സ്നോ ചെയിൻ ഇല്ലായിരുന്നു. either we should have the 4-wheel drive or snow chain. നമുക്ക് രണ്ടും ഉണ്ടായില്ല. നമ്മൾ ഇത്രയും സ്നോ ഉണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിലും നമ്മൾ താഴെ ടൗണിലെത്തി, ടൗണിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 20 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. അവിടെ ടൗണിലെത്തി നമ്മൾ മറ്റേ സ്നോ ചെയിൻ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ 1-2 കടയിൽ വന്നപ്പം ഇതൊരു സീസണാണ് ഇവിടെ. ഈ സീസണിൻ്റെ ടൈമിൽ ഇവിടെ ഈ ഒരു വിൻ്ററിൽ ഈ ഒരു സ്നോ സീസണിൻ്റെ സമയത്ത് മാത്രമേ ഇവർക്ക് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമല്ലോ. ഞങ്ങൾ താഴെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉള്ള ഷോപ്പിലൊക്കെ ഓൾറെഡി ഫിനിഷ്ഡാണ്. കാരണം ക്യൂ ആണ് സ്നോ ചെയിൻ വാങ്ങാനായിട്ട്. ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല വന്നത് ഇത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു കുഞ്ഞു സ്മോൾ ടൗണിൽ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ മോട്ടൽസ് ഉണ്ട്, ഒരു പള്ളിയുണ്ട്. ഭയങ്കര തണുപ്പാണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അഞ്ചെണ്ണം അവിടെ പോയി സ്നോ ചെയിൻ വാങ്ങാനായിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. ഇനി തിരിച്ച് ഇവിടുന്ന് ഇനി അടുത്ത അരമണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റുമോ അതോ ഞങ്ങളുടെ ഈ ട്രിപ്പ് പാളി പോകുമോ എന്നുള്ളത് നമുക്ക് ചെല്ലുമ്പോൾ അറിയാം. ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആ ബാക്കിൽ കാണാമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ക്യൂ ഉണ്ട്, അത് സ്നോ ചെയിൻ വാങ്ങാനുള്ള ക്യൂ ആണ്. അക്കു, is it cold? Yeah. Can I show you something cool? It's cold even though I'm wearing all this. അതിന് പിന്നെ തണുപ്പും ഇല്ല ചൂടും ഇല്ല, അതങ്ങനെ ഒരു ഐറ്റം. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ കുറേ ഇങ്ങനത്തെ ഷോപ്സ് കുറേ ഉണ്ട്. അപ്പം ഒരു സൂം ഔട്ട് ചെയ്യട്ടെ. ഇതാണ് ഇങ്ങനത്തെ ഐ ആം കമ്മിങ്. ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ. നമ്മുടെ സ്നോ ഗിയേഴ്സ്, സ്കീ ഹെയർ, ചെയിൻ ഹെയർ ഒക്കെ ആയിട്ടുള്ള കുറേ ഷോപ്സാണ്. അവിടുത്തെ നീണ്ട ക്യൂ ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയോ ചേട്ടൻ നിൽപ്പുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ എന്താവും ഞങ്ങൾക്കറിയില്ല. അവിടെ മലമുകളിലൊരു പള്ളി കാണുന്നുണ്ട്. പള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓർ മോട്ടലാണോ എന്നറിയില്ല. അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും സ്നോ ചെയിൻ മേടിക്കാനായി മേളിൽ കയറിയിട്ട് ഇറങ്ങി വന്നത്. ഈ ടൗണിൻ്റെ പേരാണ് ഒഹാക്കുനി എന്നുള്ളതാണ് ഈ ടൗണിൻ്റെ പേര്. കുറേ ഓൾഡ് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. അക്കു ചാടല്ലേ, വീഴും. അപ്പോൾ ഫൈനലി നമ്മളിവിടെ എത്തി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഇത്ര വർഷം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത്രയും സ്നോയിൽ നമ്മൾ
വരുന്ന ആദ്യമായിട്ടാണ്. കാരണം നോർമലി ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ, നമുക്കിവിടെ എല്ലാം പാർക്കിംഗ് ആയിട്ട് ബെയറായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. അത് ഇങ്ങോട്ട് നോക്കി ഇവിടെ ഒക്കെ സ്നോ മൂടി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്നോ ചെയിനൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു വിധത്തിലാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. നമ്മൾ വിചാരിച്ചില്ല വി കുഡ് മേക്ക് ഇറ്റ് ടുഡേ എന്നുള്ളത്. ശരിക്കും നമുക്ക് അങ്ങ് മേളിൽ അവിടെയാണ് പോകേണ്ടത്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടുന്ന് ഇനി നടക്കാനുണ്ട്. നോർമലി ഇവിടെയൊന്നും ഞാൻ ഇന്നേ വരെ ഇത്ര സ്നോ കണ്ടിട്ടില്ല. ഇതൊക്കെ ശരിക്കും നമ്മൾ നടന്നു പോകുന്ന വഴികളും പാർക്ക് ചെയ്യുന്ന ഏരിയാസും ഒക്കെയാണ്. ഇവിടെ നമ്മൾ ഇതുവരെ ഇത്രയും സ്നോ കണ്ടിട്ടില്ല കേട്ടോ. വേറൊരു ലോകത്ത് ചെന്ന പോലെ തോന്നുന്നു. അമ്മേ വാവ്, നമുക്ക് മേളിലേക്ക് പോകണ്ടേ? ഞങ്ങൾക്ക് മേളിലേക്ക് നടന്നു പോകണം. അവിടെയാണ് നമ്മുടെ കഫേയും ഗുണ്ടോലയും ബാക്കി കാണാനുള്ളതൊക്കെ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നടന്ന് എങ്ങനെ അങ്ങ് എത്തുമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് തണുത്തിട്ടൊരു അടി വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു. ഈ ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, ടു ഗൈസ്, സ്നേഹനിധിയായ ചേട്ടൻ, ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന സ്മരണ ഉണ്ടാവും. കാരണം അവിടെ വരെ എത്താൻ പറ്റുമോ? ഞാൻ അഞ്ചേൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡു യു തിങ്ക് വി ക്യാൻ മേക്ക് ഇറ്റ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വന്നിട്ട് കറക്റ്റ് ചോദിച്ചു, ഡു യു ഗൈസ് വാണ്ട് എ റൈഡ് അപ്സ്റ്റേഴ്സ്. സോ വി ആർ ഗോയിങ് ദെയർ. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മളെ ചേട്ടൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പം നമ്മൾ കുറച്ച് സ്നോ ഗിയേഴ്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇത്തവണ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ക്ലോത്തും കൊണ്ടുള്ളതാണ്, നമ്മുടെ കയ്യിലുള്ള ഗ്ലൗസ് ഒക്കെ. സോ വി നീഡ് ടു ബൈ ദ പ്രോപ്പർ സ്നോ ഗിയേഴ്സ് ഫ്രം ഹിയർ. ഇവിടെ നമുക്ക് റെൻറ്റിന് കിട്ടും. നനയാതിരിക്കാനുള്ള നമ്മുടെ ബോട്ടംസും ടോപ്സും ഗ്ലൗസും ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കഫേ ഉണ്ട്, കഫേ ഉണ്ട്, മെഡിക്കൽ സെൻറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ പോയി സാധനങ്ങൾ ആദ്യം മേടിക്കാം. എന്നിട്ട് വരൂ. അനു, അക്കു ഇവിടെ? അക്കു, അക്കു, sorry. Hello. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഒരു ഫൈനൽ വീഡിയോ ആണ്. പറ്റുന്നില്ല ഗൈസ്, ഇതുവരെ ഇത്ര വർഷം ഇവിടെ വന്നിട്ട് ഇതുപോലെ തണുപ്പുള്ള ഒരു സീസൺ നമ്മൾ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു 20 years ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇത്ര ഒരു തണുപ്പ് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ലാന്ന്.
ഒരു രക്ഷയില്ല. നമ്മൾ ഫുൾ ഗിയേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു രക്ഷയില്ല. എല്ലാവരും നല്ല തണുത്തൊരു പരുവായിട്ടിരിക്കുക. നമ്മളവിടെ പോയി ചായയൊക്കെ കുടിച്ചൊന്ന് വാമായിട്ട് വന്നിട്ടും പറ്റില്ല. അപ്പം ഞങ്ങൾ 2 പേർക്കൊപ്പം കുട്ടികളും എല്ലാവരുമായിട്ട് വി ആർ സൈനിങ് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.